ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചെറുതല്ല, അല്പം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എർത്തിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്ന ഒരു വീഡിയോ, നമുക്കും അറിയണമെന്ന് താല്പര്യം തുടങ്ങിയ ഒരു ടെസ്റ്റിംഗ് വീഡിയോ ആണ് ഇതിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും എർത്തിങ് ചെയ്യുമ്പോൾ പലരും നമ്മളെ വിളിച്ചു ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നെ സംശയം തോന്നാറുണ്ട്. ഒരു ഡിസൈർഡ് വാല്യൂ കിട്ടണമെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ 5 ohmsന് താഴെ ആയിരിക്കണം എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ, അല്ലെങ്കിൽ എർത്ത് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ 10 ohmsന് താഴെ ആയിരിക്കണം. അതല്ല സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഇൻഡസ്ട്രിയൽ ഒരു കണക്ഷൻ ആണെങ്കിൽ 1 ohmsന് താഴെ ആയിരിക്കണം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് സാധാരണ എത്ര എർത്ത് ബിറ്റ് അടിച്ചാലാണ് നമുക്ക് ആ വാല്യൂ കിട്ടുക എന്നുള്ളത് സാധാരണ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. പ്രത്യേകിച്ചും വീടുകളൊക്കെ ചെയ്യുമ്പോൾ അത് പലരും ശ്രദ്ധിക്കാറില്ല എങ്കിൽ പോലും ആ വാല്യൂയിലേക്ക് എത്തണമെങ്കിൽ എത്ര പിറ്റ് ചെയ്താലാണ് ആ വാല്യൂ കിട്ടുക എന്നുള്ളത് അറിയണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമുക്കും സാധാരണ അതിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. എങ്കിൽ പോലും അത് പ്രാക്ടിക്കലി ഒന്ന് ടെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ഇന്ന് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഈ വീഡിയോ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഇന്നൊരു എർത്ത് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇത് പരീക്ഷിച്ച് നോക്കാമെന്ന് തോന്നി. അവിടെ ആക്ച്വലി 4 എർത്ത് ബിറ്റാണുള്ളത്. സോ ഈ എർത്ത് ബിറ്റിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ ഇതിൽ ഓരോ എർത്ത് ബിറ്റിന് എത്ര റെസിസ്റ്റൻസ് ആണ് കിട്ടുന്നത്, എന്താണ് അവിടുത്തെ സോയിൽ റെസിസ്റ്റിവിറ്റി, നമ്മൾ ഇതിൽ നിന്ന് ഓരോ എർത്ത് കണക്ട് ചെയ്യും തോറും, അഥവാ ആദ്യത്തെ എർത്ത് ബിറ്റിന് എത്രയാണ് വാല്യൂ, രണ്ടാമത്തെ എർത്ത് ബിറ്റ് അതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ വാല്യൂ എന്ത് വ്യത്യാസം വരുന്നു, അങ്ങനെ 3ഉം 4ഉം എർത്ത് ബിറ്റുകൾ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് അതിനകത്ത് വരുന്ന ടോട്ടൽ റെസിസ്റ്റൻസിൽ, എർത്ത് റെസിസ്റ്റൻസിൽ വരുന്ന വ്യത്യാസം, അത് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതല്പം ചിലപ്പോൾ നീണ്ട ഒരു വീഡിയോ ആവാനാണ് സാധ്യത. കാരണം പല സമയത്തും ടെസ്റ്റുകൾ മാറി മാറി ചെയ്യേണ്ടി വരുന്നതുകൊണ്ട്, റിപ്പീറ്റായിട്ട് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ഒരുപക്ഷെ അല്പം നീളം കൂടാൻ സാധ്യതയുണ്ട് ഈ വീഡിയോയ്ക്ക്. അറിയില്ല, അത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ നേരത്ത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സമയത്ത് അപ്ലോഡിങ് ചെയ്യുമ്പോൾ ഒത്തിരി വലിയ വീഡിയോ ആവുന്നുണ്ടെങ്കിൽ നമ്മളതിനെ കട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സാധാരണ നമ്മൾ ഇത്തരം ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. സോ അത്തരം വിഷയങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കമൻറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്താവുന്നതാണ്. കൂടുതൽ ഈ വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യാവുന്നതാണ്. എന്തായാലും നമ്മൾ ആദ്യമായിട്ട് ഇതിനകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഏരിയയിലെ സോയിൽ റെസിസ്റ്റിവിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഓരോ എർത്ത് ബിറ്റിൻ്റെയും റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഓരോ എർത്തും കണക്ട് ചെയ്യും. തമ്മിൽ കണക്ട് ചെയ്തിട്ട് ആദ്യം ഒന്നാമത്തെ പിറ്റും രണ്ടാമത്തെ പിറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ വാല്യൂ എടുക്കുന്നു. ശേഷം അതങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് മൂന്നാമത്തെ പിറ്റ് അതിനോട് കണക്ട് ചെയ്യുന്നു, വീണ്ടും വാല്യൂ എടുക്കുന്നു. ശേഷം നാലാമത്തെ പിറ്റ് അതിനോട് കണക്ട് ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ എടുക്കുന്നു. ഈ ഓരോ വാല്യൂ എടുക്കുമ്പോഴും എന്താണ് അതിൽ വരുന്ന ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ആ ഒരു എക്സ്പെരിമെൻറ്റിലേക്ക് കിടക്കാം. നമ്മളിപ്പം സോയിൽ റെസിസ്റ്റിവിറ്റിയാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ ബേസിക്കായിട്ട് സോയിൽ റെസിസ്റ്റിവിറ്റിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. സോയിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, പേര് പറയുന്നത് പോലെ തന്നെ അത് മണ്ണിൻ്റെ റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നതാണ്. സാധാരണയായിട്ട് നമ്മൾ എർത്ത് ചെയ്യുമ്പോൾ നമ്മൾ ആ എർത്ത് ഇലക്ട്രോഡിൻ്റെ റെസിസ്റ്റൻസ് ആണ് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എത്ര എർത്ത് ഇലക്ട്രോഡ് വേണം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫോൾട്ട് കറണ്ട് ഉണ്ട് എങ്കിൽ അത് ആ മണ്ണിലേക്ക് നമ്മൾ കടത്തി വിടുന്നെങ്കിൽ എത്ര എർത്ത് ബിറ്റ് വേണം, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് എന്ത്, ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ മണ്ണിൻ്റെ റെസിസ്റ്റിവിറ്റി എത്ര എന്നുള്ള അനുസരിച്ചിട്ടാണ്. നമ്മുടെ കേരളത്തിലെ ഓരോ പ്രദേശത്തും ഓരോ ടൈപ്പ് മണ്ണാണ്. പല സ്ഥലങ്ങളും പലതരത്തിലുള്ള റെസിസ്റ്റിവിറ്റി ടൈപ്പ് കിട്ടുക. അപ്പോൾ സാധാരണയായിട്ട് ഇന്ത്യയിൽ കണ്ടുവരുന്ന ടിപ്പിക്കലായിട്ട് വരാൻ സാധ്യതയുള്ള റെസിസ്റ്റിവിറ്റി നമ്മളുടെ IS സ്റ്റാൻഡേർഡിൽ IS 3043 എന്ന് പറയുന്ന എർത്തിങ് സ്റ്റാൻഡേർഡിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടേബിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ സാധാരണയായിട്ട് സോയിൽ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ്. സോ ഇത്രയാണ് ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ഇതിൻ്റെ ടെസ്റ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ മെഷീന് ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ടെസ്റ്റർ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഫസ്സർ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ടെസ്റ്റാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിൽ നമുക്ക് ആക്ച്വലി എർത്ത് റെസിസ്റ്റൻസും എർത്ത് സോയിൽ റെസിസ്റ്റിവിറ്റിയും അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് എർത്ത് വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മീറ്ററാണിത്. ഇത് സാധാരണ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന മീറ്ററാണ്. ഇതിന് റീചാർജബിൾ മീറ്റർ ഒന്നുമല്ല, സാധാരണ നമ്മുടെ ബാറ്ററി ഇട്ട് പ്രവർത്തിക്കുന്ന മീറ്ററാണ്. സോ ഇതിൽ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. സോയിൽ റെസിസ്റ്റിവിറ്റി ചെക്ക് ചെയ്യാം, അതുപോലെ തന്നെ എർത്ത് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാം, പിന്നെ
എർത്ത് വോൾട്ടേജും ചെക്ക് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു മീറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ നമുക്ക് കറണ്ട് പ്രോബുണ്ട്, അതുപോലെ വോൾട്ടേജ് ഉണ്ട്, പ്രഷറുണ്ട്, അതുപോലെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട എർത്ത് ഇലക്ട്രോഡിൻ്റെ കണക്ട് ചെയ്യേണ്ട പോർട്ടുകളുണ്ട്. അങ്ങനെ 4 പോർട്ട് ആണ് ഇതിലുള്ളത്. 4 പോൾ മെത്തേഡാണ് നമ്മൾ സാധാരണ സോയിൽ റെസിസ്റ്റിവിറ്റി ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇതിൽ 4 പോൾ മെത്തേഡ് ട്രൈ ചെയ്യാം, 3 പോൾ മെത്തേഡ് ട്രൈ ചെയ്യാം, അതുപോലെ 2 പോൾ മെത്തേഡിലും ഇതിൽ നമുക്ക് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ പറ്റും. തോന്നുന്നത് വായിക്കാൻ പറ്റുന്നില്ല, തിരിഞ്ഞു പോയെന്ന് തോന്നുന്നു. ഓക്കെ, സോ ഇതാണ് ആ മീറ്റർ. ഇതൊരു സാധാരണ നമുക്ക് ബാറ്ററി ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മീറ്ററാണ്. പിന്നെ നമുക്ക് അതിനകത്ത് വരുന്നത് ആക്ച്വലി പ്രോബുകളാണ്. ഒരു കറണ്ട് പ്രോബുണ്ട്, വോൾട്ടേജ് പ്രോബുണ്ട്. ബാക്കി നമുക്ക് സോയിൽ റെസിസ്റ്റിവിറ്റി ചെക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 2 പ്രോബ് കൂടിയുണ്ട്. ഇത് 2 15 മീറ്റർ നീളമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. 10 മീറ്റർ നീളമുള്ളതാണ്. 15 മീറ്റർ നീളമുള്ളതാണ്. 2 10 മീറ്റർ നീളമുള്ള പ്രോബാണ്. അതുകൂടാതെ നമുക്ക് ഇത് കണക്ട് ചെയ്യാനായിട്ട്, നമുക്ക് സാധാരണ ഇപ്പം എർത്ത് ഇലക്ട്രോഡിൻ്റെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാനായിട്ട് അതിനാവശ്യമായിട്ടുള്ള പ്രോബും ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ സ്പൈക്ക് 4 സ്പൈക്ക് വരുന്നുണ്ട്. വേറെ ഒന്നും ഇതിൽ വരുന്നില്ല. സോ നമുക്കിതിലുള്ളത് 3-4 ടൈപ്പ് എർത്തിങ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഇതിൻ്റെ മാനുവലാണിത്. പലതരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഈ മീറ്ററിലുണ്ട്. സോ അതിൽ കാണുന്ന ഒരു ഓപ്ഷനാണിത്. ഇത് നമുക്ക് എർത്ത് വോൾട്ടേജ്, അതായത് നമ്മളുടെ ന്യൂട്രലും എർത്തുമായിട്ടുള്ള വോൾട്ടേജ് വേണമെങ്കിൽ ചെക്ക് ചെയ്യാനായിട്ട് ഉള്ളൊരു ഓപ്ഷനാണിത്. അത് ഈ മീറ്ററിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് വോൾട്ടേജ് അപ് ടു 600 വോൾട്ട് വരെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് 4 വയർ ഉപയോഗിച്ചുകൊണ്ട് പ്രിസൈസ് ആയിട്ടുള്ള ഗ്രൗണ്ട് റെസിസ്റ്റൻസ് എടുക്കാൻ പറ്റും. സോ അതുകൂടാതെ നമുക്ക് സാധാരണ നമ്മൾ എർത്ത് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഓരോ എർത്ത് പിറ്റിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചെക്ക് ചെയ്യുന്ന മെത്തേഡാണിത്. അത് തന്നെയാണ് ഇതിലുമുള്ളത്. അതിന് തന്നെ ഇത് 3 വയർ ആയിട്ടുള്ള ഗ്രൗണ്ട് റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള കണക്ഷൻ ഡയഗ്രമാണ്. അതുപോലെ പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പം എർത്ത് റെസിസ്റ്റിവിറ്റിയാണ്, സോയിൽ റെസിസ്റ്റിവിറ്റിയാണ്. സോ സോയിൽ റെസിസ്റ്റിവിറ്റി ചെക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇതാണ്. ഇങ്ങനെയാണ് നമ്മൾ മീറ്ററിൽ ടെസ്റ്റ് ചെയ്യാൻ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിൽ റെഡ് പ്രോബ് എന്ന് പറഞ്ഞാൽ കറണ്ട് പ്രോബാണ്. സോ നമ്മൾ റെഡും ബ്ലാക്കും അത് സാധാരണ 15 മീറ്റർ നീളത്തിലുള്ള പ്രോബാണ് വരുന്നത്. അത് 2 എൻഡിലുള്ള പിറ്റുകൾ നമ്മുടെ ഓക്സിലറി സ്പൈക്കിൽ കണക്ട് ചെയ്യുന്നു. ബാക്കി 2 പ്രോബ്സ് സെൻറ്ററിൽ വരുന്നതിൽ കണക്ട് ചെയ്യുന്നു. സെൻറ്ററിൽ മെഷീൻ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ കണക്ഷൻ കൊടുക്കാൻ നേരത്ത്, ഓൾറെഡി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് ഇത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് അഡീഷണലായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. 10 മീറ്റർ ഗ്യാപ്പിലാണ് നമ്മളിപ്പോൾ സ്പൈക്ക് അടിച്ചിരിക്കുന്നത്. അവിടെ അത്രയും ഇതിൽ കാണിച്ചിരിക്കുന്നത് അത്രയാണോ ഹൈറ്റ്, സ്പൈക്കിൻ്റെ ഹൈറ്റ്, അതിൻ്റെ 20 ടൈംസ് വരിക എന്നുള്ളതാണ്. സോ നമ്മുടെ ആ സ്പൈക്ക് വന്നിരിക്കുന്നത് ഏകദേശം 0.5 ആണ്. 0.5 ഇല്ല ശരിക്കും, അത് 0.45 ആണ്. അപ്പം നമ്മൾ 10 മീറ്റർ ഗ്യാപ്പിലാണ് അടിച്ചിരിക്കുന്നത്. ഈ സോയിൽ റെസിസ്റ്റിവിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമുക്കറിയാം, സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയുണ്ട്. അതിൽ സോയിൽ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ 4 പോൾ മെത്തേഡിൽ, അങ്ങനെ മെഷീനിൽ നമ്മൾ ഉപയോഗിക്കുന്ന മീറ്ററിൽ ഡയറക്റ്റായിട്ട് സോയിൽ റെസിസ്റ്റിവിറ്റി മെഷർ ചെയ്യില്ല എങ്കിൽ നമ്മൾ 4 പോൾ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച് ആ റെസിസ്റ്റൻസിനെ നമുക്ക് ഒരു ഫോർമുല ഉപയോഗിച്ച്, അതായത് 2πSR എന്നുള്ള ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ 2πSR എന്നുള്ളതിന് എസ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇലക്ട്രോഡുകൾ തമ്മിലുള്ള ആ സ്പേസിംഗ് ആണ്. അപ്പോൾ ആ സ്പേസിംഗ് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ സോയിൽ റെസിസ്റ്റിവിറ്റി ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്ര സ്പേസിങ്ങിലാണ് അടിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ടെസ്റ്റ് ചെയ്ത് 10 മീറ്ററിലാണ്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഈ മീറ്ററിൽ അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നമുക്ക് ഇതിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, ഇതിൻ്റെ സോയിൽ റെസിസ്റ്റിവിറ്റി മെഷർ ചെയ്യുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് കാണാനായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കാണാൻ പറ്റുന്ന ഡിസ്പ്ലേ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. സോ ഇതിനകത്ത് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. നമ്മളിതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ സെറ്റ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കാണിക്കും. ഇപ്പോൾ ഈ കാണിക്കുന്നത് ഇതിൻ്റെ ഡിസ്റ്റൻസാണ്, സ്പൈക്കിൻ്റെ ഡിസ്റ്റൻസാണ് കാണിക്കുന്നത്. D എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് വെച്ചിരിക്കുന്നത് 10 ആണ്. അത് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളവിടെ ടെസ്റ്റ് ചെയ്ത് 10 ആയതുകൊണ്ട് നമ്മൾ 10 സെറ്റ് ചെയ്തായിരുന്നു. നമുക്കിത് വേണമെങ്കിൽ 5ലേക്ക് ഇട്ടിട്ടൊക്കെ ടെസ്റ്റ് ചെയ്യാം. സോ നമുക്കിത് 5ലേക്ക് മാറ്റണമെങ്കിൽ ഇപ്പം നിലവിൽ ഇതിവിടെ ഇതാണ് കിടക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഈ പ്രോബിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഡിജിറ്റ് വരും. അപ്പോൾ അത് 0 ആക്കിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് 5 ആക്കാം. ഇതിൽ പ്രസ് ചെയ്താൽ ഇത് 0 ആവും. വീണ്ടും നമുക്ക് ഒന്നുകൂടെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഡിജിറ്റ് വരും. അതിന് നമുക്ക് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ 1
2 3 4 5 5 ആയി. അടുത്ത ഡിജിറ്റ് അത് 0 ആക്കണം. സോ 0. ഇപ്പോൾ ഇത് 5 മീറ്ററിലാണ് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ സോയിൽ റെസിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ അത് 5 മീറ്ററിൽ ആണ് നമ്മൾ പോൾ വെക്കുന്ന അസംഷനിലാണ് ഈ മെഷീൻ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. സോ നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കൊടുക്കുമ്പോൾ 5 വെച്ചിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ, എന്നിട്ട് നമ്മൾ 10 മീറ്ററിലാണ് സ്പേസിങ് കൊടുക്കുന്നതെങ്കിൽ ആ വാല്യൂ കറക്റ്റ് ആയിരിക്കില്ല, ആക്യുറേറ്റ് ആയിരിക്കില്ല. ഓക്കെ, സോ നമുക്ക് ഇനി ആ വീഡിയോയിലേക്ക് പോകാം. ജസ്റ്റ് ഈ മെഷീൻ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ചെയ്തതാണ്. സോയിൽ റെസിസ്റ്റിവിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ സ്പൈക്സ് 4 സ്പൈക്സ് അടിച്ചിട്ടുണ്ട്. 10 മീറ്റർ ഗ്യാപ്പിലാണ് ഈ സ്പൈക്സ് അടിച്ചിരിക്കുന്നത്. സോ ഇത് ടോട്ടൽ ലെങ്ത്ത് കുറവായതുകൊണ്ട് നമ്മൾ മാക്സിമം ഈ പ്രോപ്പർട്ടിയുടെ ഓൾമോസ്റ്റ് ഏരിയ കവർ ചെയ്യുന്ന രീതിയിലാണ് അടിച്ചിരിക്കുന്നത്. സോ ആദ്യത്തേത് സ്പൈക്ക് നമ്മളിവിടെ അടിച്ചിട്ടുണ്ട്. സോ അടുത്ത സ്പൈക്ക് ഇവിടെ അടിച്ചിട്ടുണ്ട്. അടുത്ത സ്പൈക്ക് അടിച്ചിട്ടുള്ളൂ. ഇനി അടുത്ത് ഒരു 10 മീറ്റർ ഇട്ടിട്ട് 4ാമത്തെ സ്പൈക്ക്. അല്പം ലാറ്ററേറ്റ് കൂടിയ ഒരു ഏരിയ ആണിത്. സോ ഇവിടെ നമുക്ക് എത്രയായിരിക്കും ഇതിൻ്റെ സോയിൽ റെസിസ്റ്റിവിറ്റി എന്നറിയില്ല, എങ്കിലും നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഈ ബിൽഡിങ്ങിൻ്റെ ത്രൂ ഔട്ട് നീളത്തിലാണിത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഏരിയ കൺസ്ട്രെയിൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് മാക്സിമം ഏരിയ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിനി ഈ മീറ്ററിലേക്ക് നോക്കാം. മീറ്ററിൽ നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വീഡിയോ എടുക്കാനുള്ള സമയം ലാഭിക്കാനായിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചത്. സോ നമുക്ക് നോക്കാം എന്താണ് വാല്യൂസ് എന്നുള്ളത്. സോ നമുക്ക് ആദ്യം കിട്ടേണ്ടത്, ആദ്യം നമുക്ക് നോക്കേണ്ടത് നമ്മുടെ എർത്ത് വോൾട്ടേജ് എത്ര ഉണ്ട് എന്നുള്ളതാണ്. സോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് കരുതുന്നു. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. പത്തില്ലല്ലോ. ഇത് നമുക്ക് ഒരു കല്ല് വെച്ചിട്ട് ഒന്ന് പയ്യെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇത് കാണാൻ പറ്റില്ല. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മീറ്റർ. ഇതിൽ നമുക്ക് സോയിൽ റെസിസ്റ്റിവിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും, വോൾട്ടേജ് എർത്ത് വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ പറ്റും, റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ 3 ഓപ്ഷൻസാണുള്ളത്. സോ ഇത് സോയിൽ റെസിസ്റ്റിവിറ്റി, ഇത് എർത്ത് റെസിസ്റ്റൻസ്, ഇത് എർത്ത് വോൾട്ടേജ്. സോ എർത്ത് വോൾട്ടേജിലേക്ക് ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഇതിന് ടെസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ അങ്ങനെ വോൾട്ടേജ് വരാനുള്ള സാധ്യത കുറവാണ്. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. സോ വോൾട്ടേജ് കാണിക്കുന്നില്ല ഇതിൽ. ഇനി നമുക്ക് അടുത്തത് വോൾട്ടേജ് കാണിക്കാൻ സ്ഥിതിക്ക് കൂടുതൽ ഇൻ്റർഫിയറൻസ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമുക്കടുത്ത് ഇതിൻ്റെ സോയിൽ റെസിസ്റ്റിവിറ്റി ചെക്ക് ചെയ്യാം. സോയിൽ റെസിസ്റ്റിവിറ്റി ഇപ്പോൾ കാണിക്കുന്നത് 0 ഓം മീറ്ററാണ്. ഓം മീറ്റർ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, സോ ഇതാണ് ഇതിൽ കാണിക്കുന്ന സിമ്പിൾ. നമുക്കിതിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കൗണ്ട് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. താഴേക്കാണ് വരുന്നത്. 50, 40, 30. ഇത് ഫുള്ളൊരു റൗണ്ട് എത്തിയിട്ടാണ് കാണിക്കുക. സോ 47.12 ഓം മീറ്ററാണ് ഇതിൽ കാണിക്കുന്ന സോയിൽ റെസിസ്റ്റിവിറ്റി ഇവിടുത്തെ. സോ വളരെ ഒരു കുറഞ്ഞ വാല്യൂ ആണ് കിട്ടുന്നത്. നമുക്ക് വലിയൊരു വാല്യൂ എന്ന് പറയാനില്ല. അത്യാവശ്യം സോയിൽ റെസിസ്റ്റിവിറ്റി കുറഞ്ഞ സ്ഥലമാണിത്. സോ നമുക്കിനി വീണ്ടും നമ്മൾ അടിച്ചിട്ടുള്ള എർത്തുകളുടെ റെസിസ്റ്റൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഒരുമിച്ച് ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് കരുതിയിരുന്നത്, സോയിൽ റെസിസ്റ്റിവിറ്റിയും സോയിൽ റെസിസ്റ്റൻസും. പക്ഷേ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. തുടർന്ന് മറ്റ് പോർഷനോട് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഒത്തിരി നീളം കൂടിയൊരു വീഡിയോ ആവുന്നുള്ളതുകൊണ്ട് അത് രണ്ടാമതൊരു പോർഷനായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. സോ ഈ വീഡിയോ ഇതുവരെയും കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇത്തരം വീഡിയോകൾ തുടർന്നും കാണുന്നതിന് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ബൈ.
Bye.